ഹലോ, നമ്മുടെ JEE എക്സാമിൻ്റെ ഏപ്രിൽ സെഷൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാട് വിവാദങ്ങളാണ് ശരിക്കും കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരുപാട് കോൺട്രവേഴ്സീസാണ് നമ്മൾ ന്യൂസിലും അതുപോലെ തന്നെ പല ചാനൽസിലും കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം JEE മെയിൻ്റെ എക്സാമുകൾ 9 ഷിഫ്റ്റായിട്ട് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യം ഒരു ആൻസർ കീ അവർ പബ്ലിഷ് ചെയ്തു. അപ്പോൾ എല്ലാ തവണത്തെയും പോലെ തന്നെ ഇത്രയും അധികം ക്വസ്റ്റ്യൻസ് ഉള്ളതുകൊണ്ട് അതിലൊരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളും എന്ത് ചെയ്തു, സ്റ്റുഡൻസും ടീച്ചേഴ്സും ഒക്കെ അത് ചാനൽസിലൂടെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം 9ഓളം ക്വസ്റ്റ്യൻസിലാണ് ഈ തവണത്തെ JEE മെയിൻ സെഷൻ 2 മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നത്. എല്ലാവരും റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇന്നലെ റെക്ടിഫൈഡ് ആയിട്ട് ആൻസർ കീ, ഫൈനൽ ആൻസർ കീ പബ്ലിഷ് ചെയ്ത സമയത്ത് അതിൽ ഫുൾ ബ്ലണ്ടറുകളായിരുന്നു. അത് പല ക്വസ്റ്റ്യൻസും ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 125 എന്ന് പറയുന്ന ഒരു ന്യൂമറിക്കൽ ആൻസറിൻ്റെ കറക്റ്റ് ആൻസർ 5 ആണ്. അത് കറക്റ്റ് ചെയ്യണം അവർ. അതിന് പകരം മറ്റൊരു ക്വസ്റ്റ്യൻ്റെ ആൻസർ 1 ഉള്ള ആൻസർ പിടിച്ചിട്ട് 5 ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ബ്ലണ്ടറുകൾ ആക്ച്വലി ഈ ഫൈനൽ ആൻസർ കീയിൽ വന്നിട്ടുണ്ട്. ഇതിൽ മാത്രമല്ല, ഒരു 3-4 ദിവസം മുന്നേ അറിയാൻ സാധിച്ചത്, നമ്മുടെ റെസ്പോൺസ് ഷീറ്റ് വന്ന സമയത്ത് അറിയാൻ സാധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് കുട്ടികൾ ആക്ച്വൽ എക്സാമിൽ അവർ മാർക്ക് ചെയ്തിട്ടുള്ള ഓപ്ഷൻസ് അല്ല അവരുടെ ഫൈനൽ റെസ്പോൺസ് ഷീറ്റിൽ കാണാൻ പറ്റുന്നത്. ആ PDF ഡൗൺലോഡ് ചെയ്തപ്പോൾ ഒരുപാട് കുട്ടികൾ ഇന്ത്യയിലും അതുപോലെ തന്നെ പുറത്തും എക്സാം എഴുതിയ മൾട്ടിപ്പിൾ സ്റ്റുഡൻസ് ആക്ച്വലി ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ന്യൂസ് ചാനലുകളിലും ലിങ്കുകളിലും അതുപോലെ തന്നെ നമുക്ക് പല ആളുകളുടെയും ട്വിറ്റർ അക്കൗണ്ടുകളിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഇതിൻ്റെ ട്വീറ്റുകൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആക്ച്വലി എന്താണ്, വൺ ആഫ്റ്റർ ദി അതർ NTA ഭാഗത്ത് നിന്ന് മിസ്റ്റേക്കുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമുക്കറിയാം, ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കീ തന്നെ ഫൈനൽ ആൻസർ കീ എന്ന് പറയുന്ന PDF മാറ്റി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് കുട്ടികളുടെ ആയിരക്കണക്കിന് അല്ലെങ്കിൽ 10,000-കണക്കിന് കുട്ടികളെയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, അത് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുശേഷം ആ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഫൈനൽ ആൻസർ കീ അത് റിമൂവ് ചെയ്തു. ആൻഡ് ഇന്ന് പുതിയ ആൻസർ കീ പബ്ലിഷ് ചെയ്യുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ഈ പറയുന്ന മിസ്റ്റേക്കുകളെല്ലാം കവർ ചെയ്തുകൊണ്ട്. അതുകൊണ്ട് ഓരോ ദിവസം റിസൾട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വൈകിക്കൊണ്ടിരിക്കുകയാണ്. മോസ്റ്റ്ലി ഒരു ദിവസം മുന്നേ അല്ലെങ്കിൽ 2 ദിവസം മുന്നേ വരേണ്ടിയിരുന്ന റിസൾട്ട് ഇനി മേ ബി നാളെ ആയിരിക്കും മോസ്റ്റ്ലി പബ്ലിഷ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇതിൽ ഈ പറയുന്ന ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ടുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. ആദ്യം വന്ന പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, കുട്ടികൾ ആക്ച്വലി 75 ക്വസ്റ്റ്യൻസിൽ 60 ആൻസർ ചെയ്ത ആളുകളുണ്ട്. അവർ സ്കൂൾ അല്ലെങ്കിൽ എക്സാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് അവരുടെ അപ്രോക്സിമേറ്റ് മാർക്ക് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത ആളുകളാണ്. അവർക്കറിയാം ഓരോ ക്വസ്റ്റ്യനും അവർ ഏതാണ് ആൻസർ ചൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. എന്നാൽ ഫൈനൽ റെസ്പോൺസ് ഷീറ്റ് വന്നപ്പോൾ തന്നെ ഒരുപാട് പേര് ഞെട്ടി. അതിനെതിരെ കംപ്ലയിൻറ്റുകൾ പോയിട്ടുണ്ട്. NTA ഭാഗത്തേക്ക് മെയിലും അതുപോലെ ഫോൺ കോളുകളൊക്കെ പോയിട്ടുണ്ട്. അതിനെന്ത് സൊല്യൂഷനാണ് കൊടുത്തതെന്നുള്ളത് നമുക്കിതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു ആൻസർ കീയിൽ വന്നിട്ടുള്ള അതിലും വലിയ ബ്ലണ്ടറുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഇത് 14-15 ലക്ഷം കുട്ടികൾ എഴുതുന്ന ഒരു ഓൾ ഇന്ത്യ ലെവൽ ഒരുപാട് ആളുകളുടെ ഫ്യൂച്ചർ നിശ്ചയിക്കാൻ പോകുന്ന എക്സാമാണ്. അല്ല, നമ്മൾ പറയാറുണ്ട് ഒരു എക്സാം നമ്മളെ ഒന്നും ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പോലും ഇതിന് 2-3 വർഷങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവർ അത്രയും സീരിയസ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിച്ചിട്ടാണ് ഈ എക്സാം എഴുതുന്നത്. ആൻഡ് അറ്റ് ദി എൻഡ് ആൻസർ കീയിലും റിസൾട്ടിലും റെസ്പോൺസ് ഷീറ്റിലൊക്കെ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ വന്നു കഴിഞ്ഞാൽ അത് ഒരുപാട് ആളുകളെ മെൻ്റലി തന്നെ എന്ത് ചെയ്യും, അഫക്റ്റ് ചെയ്യുന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കണം. അപ്പോൾ എല്ലാ വർഷവും നീറ്റ് ആവട്ടെ JEE ആവട്ടെ, NTA ഭാഗത്ത് നിന്ന് നമുക്കറിയാം കഴിഞ്ഞ വർഷത്തെ നീറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾ എല്ലാവരും കണ്ടതാണ് നമ്മളെല്ലാവരും. അപ്പോൾ ഈ വർഷം JEE റിസൾട്ടിനും ഡിലേ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് പുറത്തിറങ്ങുന്ന ആൻസർ കീയിൽ മിസ്റ്റേക്കുകളൊന്നും തന്നെ ഇല്ല എന്ന് നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. നാളത്തെ റിസൾട്ട് ഒരാൾക്കും പ്രത്യേകിച്ച് സ്റ്റുഡൻസ് ഒന്നും തന്നെ കംപ്ലയിൻ്റ് ഇല്ലാത്ത രൂപത്തിൽ, ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മിസ്റ്റേക്കുകളൊന്നും ഇല്ലാത്ത രൂപത്തിൽ നമ്മുടെ റിസൾട്ട് പ്രോസസ്സുകളും അതുപോലെ തന്നെ അഡ്മിഷൻ പ്രോസസ്സുകളും നടക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കണമെന്നുണ്ടായിരുന്നു. കാരണം നമ്മുടെ കേരളത്തിലും എക്സാം എഴുതിയ പല ആളുകൾക്കും ഈ ഇഷ്യൂ ഫേസ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അങ്ങനെ റെക്ടിഫൈഡ് ആയിട്ടുള്ള ആൻസർ കീയിൽ തെറ്റുകൾ തോന്നിയിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ റെസ്പോൺസ് ഷീറ്റിൽ നിങ്ങൾ ആക്ച്വലി എക്സാമിൽ സബ്മിറ്റ് ചെയ്ത ഓപ്ഷൻസ് അല്ല നിങ്ങളുടെ റെസ്പോൺസ് ഷീറ്റിൽ എന്നുള്ള കണ്ടെത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ പറയുക. അതുപോലെ തന്നെ നമ്മൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. മോസ്റ്റ് പ്രോബബ്ലി നാളെ ആയിരിക്കും റിസൾട്ട് അനൗൺസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഇനി അങ്ങോട്ടുള്ള എക്സാമുകളും കീം ആവട്ടെ, JEE അഡ്വാൻസ്ഡ് ആവട്ടെ, അതുപോലെ തന്നെ കുസാറ്റിൻ്റെ എക്സാം ആവട്ടെ, ഐസർ എക്സാമുകളാവട്ടെ, അതിനുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. ഈ പറയുന്ന ന്യൂസുകളോ അതുപോലെ തന്നെ ഈ പറയുന്ന ആൻസർ കീയിലെ മിസ്റ്റേക്കുകളോ ഇതൊന്നും നമ്മളെ ബാക്കിയുള്ള എക്സാമുകളുടെ പ്രിപ്പറേഷന് നമ്മുടെ മെൻ്റലി എന്ത് ചെയ്യാൻ പാടില്ല, അഫക്റ്റ് ചെയ്യാൻ പാടില്ല. സ്ട്രോങ് ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. കാരണം ഇത് ഇന്ത്യയിൽ ഒരുപാട് ആളുകളുണ്ട്, നമ്മൾ മാത്രമല്ല, ഒരുപാട് ടീച്ചേഴ്സും യൂട്യൂബ് ചാനൽസും സ്റ്റുഡൻസും എല്ലാം ഇത് വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് മിസ്റ്റേക്ക് വന്നാലും അത് കണ്ടെത്തിയിട്ട് റിപ്പോർട്ട് ചെയ്ത് അതിൽ തിരുത്ത് വരുത്താൻ, അതിൽ കറക്ഷൻസ് വരുത്താൻ ഒരുപാട് ആളുകൾ ഒരുമിച്ച് ട്രൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെ ഒരാൾ എന്ത് ചെയ്യാൻ പോകുന്നില്ല, ഇതൊരു രീതിയിലും നെഗറ്റീവായിട്ടൊന്നും അഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങളുടെ റിസൾട്ടിനെയും ഇത് ബാധിക്കാൻ പോകുന്നില്ല. ധൈര്യമായിട്ടിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ന്യൂസ് അറിയാത്ത ആളുകളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരുന്നു, അതാണ് നമ്മുടെ വീഡിയോയുടെ ഉദ്ദേശം. സോ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിരിക്കാം. ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ ജോസ അഡ്മിഷൻ കൗൺസിലിംഗ് പ്രോസസ്സ് അത് മുഴുവൻ, അതിനുവേണ്ട എല്ലാ സപ്പോർട്ടും ഇൻഫർമേഷൻസും അതുപോലെ തന്നെ പ്രൊസീജിയറുകൾ, കോളേജുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അഡ്മിഷൻ്റെ ഡിഫറൻറ്റ് സ്റ്റെപ്പുകൾ, ഇതെല്ലാം നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്യുക. JEE ആസ്പിറൻസ് ആയിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക.